ഇറാനിലെ ഗാർഗ് ദ്വീപിന് നേരെ അമേരിക്ക നടത്തിയ സൈനിക നീക്കം ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പേർഷ്യൻ ഗൾഫിലെ ഈ കൊച്ചു ദ്വീപ് ഇറാന്റെ കിരീടത്തിലെ രത്നം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അതിനു പിന്നിൽ ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരായ ചൈനയുടെ നിലനിൽപ്പിന്റെ കഥയുമുണ്ട്. ഗാർഗ് ദ്വീപിന്റെ പതനം അല്ലെങ്കിൽ അവിടെയുള്ള എണ്ണ സംഭരണികൾക്ക് നേരിടുന്ന നേരിയ പോറൽ പോലും ബീജിംഗിന്റെ ഉറക്കം കെടുത്തുന്നത് എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കുമ്പോൾ അത് കേവലം ഒരു യുദ്ധവാർത്ത എന്നതിലുപരി ആഗോള സാമ്പത്തിക സന്തുലിതാവസ്ഥയുടെ അടിവേരുകൾ ഇളക്കുന്ന ഒന്നാണ് എന്ന് വ്യക്തമാകും. ഇറാന്റെ മൊത്തം എണ്ണ കയറ്റുമതിയുടെ 90% നടക്കുന്നത് ഗാർഗ് ദ്വീപ് വഴിയാണ്. ഈ മാസം നടന്ന ആക്രമണത്തിൽ ഗാർഗിലെ സൈനിക താവളങ്ങൾ തകർത്തു എങ്കിലും എണ്ണ പശ്ചാത്തല സൗകര്യങ്ങളെ തൽക്കാലം ഒഴിവാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറായത് ഒരു വലിയ പ്രതിസന്ധിയെ താൽക്കാലികമായി മാറ്റി നിർത്തിയിരിക്കുകയാണ്. എന്നാൽ ഹോർമോസ് കടലിടുക്ക് ഇറാൻ അടച്ചിടാൻ ശ്രമിച്ചാൽ ഗാർഗിനെ ചാരമാക്കുമെന്ന ട്രംപിന്റെ ഭീഷണി ചൈനീസ് വിപണിയിൽ ഇതിനോടകം തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇറാനിയൻ എണ്ണ എന്നത് വെറുമൊരു അസംസ്കൃത വസ്തുവല്ല, മറിച്ച് അവരുടെ ഊർജ്ജ സുരക്ഷയുടെ ആണിക്കല്ലാണ്. 2024 കണക്കുകൾ പ്രകാരം ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 91% ചൈനയിലേക്കായിരുന്നു. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നിലനിൽക്കുമ്പോഴും ടീപോട്ട് എന്നറിയപ്പെടുന്ന ചൈനയിലെ സ്വതന്ത്ര റിഫൈനറികൾ ഇറാനിയൻ ക്രൂഡ് ഓയിലിനെ വൻതോതിൽ ആശ്രയിച്ചിരുന്നു. ഉപരോധം മൂലം കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമായിരുന്ന ഈ എണ്ണയായിരുന്നു ചൈനീസ് ഉൽപാദന മേഖലയുടെ നട്ടെല്ല്. ഗാർഗ് ദ്വീപ് ആക്രമിക്കപ്പെടുന്നതോടെ ഈ വിതരണ ശൃംഖലയിൽ കടുത്ത ആശങ്കയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ആക്രമണത്തിന് പിന്നാലെ ചൈനയിലെ ഇന്ധനവില കുതിച്ചുയർന്നു. കഴിഞ്ഞ 3 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്കാണ് ചൈനയിൽ പെട്രോൾ, ഡീസൽ വിലകൾ എത്തിയത്. ഫെബ്രുവരി അവസാന വാരം മുതൽ മാർച്ച് പകുതി വരെ ഏകദേശം 10% വർധനവാണ് ഇന്ധനവിലയിൽ ഉണ്ടായത്. പെട്രോൾ പമ്പുകളിൽ വാഹനങ്ങളുടെ നീണ്ട നിര ദൃശ്യമായത് ചൈനീസ് ജനതകൾക്കിടയിൽ പടർന്ന പരിഭ്രാന്തിയുടെ തെളിവാണ്. രാജ്യാന്തര വിപണിയിൽ ബാരലിന് $100 മുകളിൽ എണ്ണവില എത്തിയത് ലോകത്തെ 2ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായ ചൈനയുടെ ആഭ്യന്തര ചിലവുകൾ വർദ്ധിപ്പിക്കുകയും പണപ്പെരുപ്പത്തിന് വഴിവെക്കുകയും ചെയ്തു. ഇറാന്റെ വലിയ പരമോന്നത നേതാവായി അധികാരമേറ്റ മുജ്തബ ഖമീനിയുടെ നിലപാടുകൾ ഈ പ്രതിസന്ധിയെ കൂടുതൽ സങ്കീർണമാക്കുന്നു. തന്റെ പിതാവിന്റെ വിയോഗത്തിന് ശേഷം അധികാരത്തിലെത്തിയ അദ്ദേഹം അമേരിക്കയ്ക്കെതിരായ പോരാട്ടത്തിൽ ഹോർമസ് കടലിടുക്കിനെ ഒരു ആയുധമായി ഉപയോഗിക്കുമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. എന്നാൽ ഇവിടെ രസകരമായ ഒരു നയതന്ത്ര ട്വിസ്റ്റ് ഉള്ളത് ചൈനീസ് യുവാനുമായുള്ള ഇടപാടാണ്. ഹോർമോസ് കടലിടുക്ക് വഴി കപ്പലുകൾ കടത്തിവിടണമെങ്കിൽ എണ്ണ ഇടപാടുകൾ അമേരിക്കൻ ഡോളറിന് പകരം ചൈനീസ് യുവാനിൽ നടത്തണമെന്ന നിർദ്ദേശം ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നു. ഇത് ഡോളറിന്റെ ആഗോള ആധിപത്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. റഷ്യ കഴിഞ്ഞാൽ ആഗോളതലത്തിൽ ഡോളറിനെ ഒഴിവാക്കി സ്വന്തം കറൻസിയിൽ എണ്ണ വ്യാപാരം നടത്താൻ ശ്രമിക്കുന്ന മറ്റൊരു പ്രധാന രാജ്യമായി ഇറാൻ മാറുകയാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അവസരമാണ് എങ്കിലും നിലവിലെ യുദ്ധ സാഹചര്യം ആ നേട്ടങ്ങളെ നിഷ്പ്രഭമാക്കുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെടുന്നത് ലോകത്തെ ആകെ എണ്ണ വിതരണത്തിന്റെ 1/5 ബാധിക്കുമെന്നതിനാൽ ചൈനയ്ക്ക് മാത്രമല്ല, ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്കും ഇത് വലിയ വെല്ലുവിളിയാണ്. ഗാർഗ് ദ്വീപിന് നേരെയുള്ള ഇനിയൊരു ആക്രമണം ഇറാനെ എണ്ണ ഉൽപാദനം പാടെ നിശ്ചലമാക്കിയേക്കാം. അങ്ങനെ സംഭവിച്ചാൽ ചൈനയ്ക്ക് തങ്ങളുടെ എണ്ണ ആവശ്യങ്ങൾക്കായി റഷ്യയെയോ സൗദി അറേബ്യയെയോ കൂടുതൽ ആശ്രയിക്കേണ്ടി വരും. എന്നാൽ സൗദിയിലെ എണ്ണ പശ്ചാത്തല സൗകര്യങ്ങളും ഇറാന്റെ മിസൈൽ പരിധിയിലാണ് എന്നത് ഭീഷണി വർദ്ധിപ്പിക്കുന്നു. ചൈന ഇതിനോടകം തന്നെ തങ്ങളുടെ തന്ത്രപ്രധാനമായ എണ്ണ ശേഖരണം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എങ്കിലും ദീർഘകാലത്തേക്ക് ഇത് പ്രായോഗികമല്ല. ചുരുക്കത്തിൽ ഗാർഗ് ദ്വീപ് കേവലം ഒരു ഭൗമശാസ്ത്രപരമായ ലക്ഷ്യമല്ല, മറിച്ച് ആഗോള ഊർജ്ജ യുദ്ധത്തിലെ ഒരു നിർണായക കേന്ദ്രമാണ്. ചൈനയുടെ വ്യവസായശാലകൾ മുതൽ അവിടത്തെ സാധാരണക്കാരുടെ അടുക്കള വരെ ഈ പുകച്ചിലിന്റെ അലയൊലികൾ എത്തുന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ പോരാട്ടം ചൈനയുടെ സാമ്പത്തിക അടിത്തറയെ എത്രത്തോളം ബാധിക്കുമെന്നത് വരും ദിവസങ്ങളിലെ യുദ്ധഗതിയെ ആശ്രയിച്ചിരിക്കും. വൻ ശക്തികൾ തമ്മിലുള്ള ഈ ബലപരീക്ഷണം ലോകത്തെ ഒരു പുതിയ ഊർജ്ജ പ്രതിസന്ധിയിലേക്കും കറൻസി യുദ്ധത്തിലേക്കും നയിക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.